ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പിണറായിയെയും ഒരുപോലെ കടുത്ത പ്രതിരോധത്തിലാക്കുകയും രാഷ്ട്രീയമായി കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്ത സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണം. പിണറായി വിജയന്റെ മകൾ വീണ ടിയുമായി ബന്ധപ്പെട്ട CMR എക്സാലോജിക് മാസപ്പടി കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ കേന്ദ്ര ഏജൻസിയെ കായികമായി നേരിട്ട നടപടി വലിയ തിരിച്ചടിയാണ് CPM-ന് ഉണ്ടാക്കിയിരുന്നത്. മെയ് 27-ന് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഇഡി മിന്നൽ പരിശോധന നടത്തിയിരുന്നു. പിണറായി വിജയന്റെ മകൾ വീണ അവിടെ താമസിക്കുന്നു എന്നതിനാലാണ് അവിടെ അന്വേഷണ സംഘം എത്തിയത്. എന്നാൽ പരിശോധന കഴിഞ്ഞ് മടങ്ങിയ ഉദ്യോഗസ്ഥരെ വടികളും ഇഷ്ടികകളുമായി സംഘടിച്ചെത്തിയ സഖാക്കൾ ക്രൂരമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 ടാക്സി വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഈ സംഭവം കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഗുണ്ടായിസമായിരുന്നു. ഈ അക്രമ സംഭവത്തിന് പിന്നിൽ പാർട്ടി നേതൃത്വത്തിന്റെ ആസൂത്രിതമായ ഇടപെടലുകൾ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റെയ്ഡ് നടന്നത് വീണയ്ക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് പിണറായി വിജയനെ വ്യക്തിപരമായി വേട്ടയാടാനാണെന്ന തെറ്റായ പ്രചരണം നേതാക്കൾ മനഃപൂർവ്വം അഴിച്ചുവിട്ട് അണികളിൽ വൈകാരികമായ ആവേശം അടിച്ചേൽപ്പിച്ച് അവരെ തെരുവിലിറക്കുകയാണ് പാർട്ടി ചെയ്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേരിട്ട് സ്ഥലത്തെത്തി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ കാര്യമറിയാതെ മുന്നും പിന്നും നോക്കാതെ ചാടിയിറങ്ങിയ അണികൾക്ക് ഒടുവിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്തിനാണ് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതെന്ന ലളിതമായ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ CPM നേതൃത്വത്തിന് ഇന്നും സാധിച്ചിട്ടില്ല. രാഷ്ട്രീയ ബോധമില്ലാതെ അണികളെ അക്രമത്തിന് എറിഞ്ഞുകൊടുത്ത നേതാക്കൾ ഇപ്പോൾ സ്വയം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. അക്രമം നടത്തി കേസ് വഴിതിരിച്ചുവിടാമെന്ന CPM-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അന്വേഷണം ഇപ്പോൾ കൂടുതൽ ഉന്നതരിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കേവലം അക്രമികളായ അണികളിൽ മാത്രം അന്വേഷണം ഒതുക്കാതെ ഇതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഉന്നത CPM നേതാക്കളെ തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, മുൻ മന്ത്രി V ശിവൻകുട്ടി എന്നിവർക്ക് അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനൊരുങ്ങുകയാണ് അധികൃതർ. ആക്രമണ സമയത്തും അതിന് തൊട്ടു മുമ്പ് നടന്ന ഫോൺ കോളുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ കേസിൽ നിർണായക തെളിവുകളാകും. ആസൂത്രിതമായി നടന്ന ആക്രമണമാണെന്ന് തെളിഞ്ഞ നേതാക്കൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാതാകും. പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത വീണ ടി എന്ന വ്യക്തിക്ക് വേണ്ടി ഇഡിക്ക് നേരെ മെക്കിട്ട് കയറാൻ പോയ CPM നേതാക്കൾക്കും അണികൾക്കും എട്ടിന്റെ പണിയാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലുകൾ നേരിട്ട വീണ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ സുരക്ഷിതമായി സ്വന്തം വീട്ടിൽ കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ക്രമസമാധാനം കയ്യിലെടുത്ത പ്രവർത്തകർ വഴിമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിയമ സംവിധാനങ്ങളെ ഭീഷണിപ്പെടുത്തിയും കായികമായി അടിച്ചമർത്തിയും കച്ചവടം ഉറപ്പിക്കാമെന്ന CPM-ന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണിത്. പാർട്ടി നേതാക്കൾ കൃത്യമായ ഗൂഢാലോചന നടത്തി അണികളെ അക്രമത്തിന് പ്രേരിപ്പിച്ചു എന്ന് തെളിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ അത് അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി മാറും. അണികളെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കല്ലെറിഞ്ഞ നേതാക്കൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുന്നതോടെ പാർട്ടി വലിയൊരു നിയമ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത്.